സാഹചര്യത്തിൽ നമുക്ക് വെറും ഏട്ട മാത്രം മതി. ഇതിപ്പോ നല്ല ടൈറ്റിൽ കെട്ടിയല്ലേ സാധാരണ നിൽക്കൂല്. അല്ലെങ്കിൽ ഇത് ഊരിപ്പോവും. നമ്മൾ ഏറ്റവും ബെറ്റർ നങ്കീസ് ഒഴിവാക്കുക, വേറെ ഏതെങ്കിലും കയറെടുക്കുക. നങ്കീസിലാകുമ്പോൾ ലേശം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് കെട്ടിയാൽ മതി. ഇതിപ്പോ എത്ര ടൈം എടുക്കും ഒരു ഞണ്ടിന് കിട്ടാന്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 10 മിനിറ്റ് അത്രേ പിടിക്കും. ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു ഞണ്ടിൽ കയറൂല്ലേ? കയറിയിരിക്കും, നമ്മൾ കയറ്റും. അതിപ്പോ ഏട്ടനിട്ടാല് വലിയ വലിയ ഞണ്ടിനെ കിട്ടുമെന്നെല്ലാം പറയുന്നല്ലേ? കോയിന്റെ തലേനങ്ങാട്ടി ഏറ്റവും ബെറ്റർ ഏട്ടന്റെ പീസുകളാണ്. അപ്പൊ എല്ലാരും ഏട്ട ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് എല്ലാവരോടും പറയുന്നത്. എന്നാലും നമുക്ക് വലിയ ഞണ്ടിനെ കിട്ടും. നമുക്ക് ഓരോന്നോരോന്ന് ചാടിയിട്ട് തരാം. ഇതൊരിക്കലും അടുപ്പിച്ചിടാൻ പാടില്ല അല്ലേ? ഉണ്ടോ? ഇട്ടപ്പോഴത്തേക്ക് അടുത്തിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വന്നോളൂ, നെക്സ്റ്റ് സ്ഥലത്തേക്ക്. കണ്ടോ ഗൈസ്, എന്ത് മനോഹരമായ സ്ഥലം. ഇതാണ് മിനിഗോ. എടുക്കാനുള്ള കയറൊന്നും വേണ്ട, പക്ഷെ കനം കുറഞ്ഞ കയറുമായി തൽക്കാലം പോയേനെ ഗൈസ്. നോക്കാം, നമുക്ക് ഇവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല. ഇത് എറിയുന്നേരം നോക്കണല്ലേ? നമ്മൾ ചാടുന്നത് ശ്രദ്ധിക്കുക, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചാടണം. നല്ല ഒഴുക്കുണ്ട് ഗൈസ്, നോക്കാം. നമുക്ക് വെള്ളം കയറിക്കൊണ്ട് വരികയാണ്. ഇവിടെ കെട്ടിയിടാം, പണി. അയക്കുന്ന കെട്ടായിരിക്കണം ഗൈസ് എടുത്തത്, അഥവാ ഞണ്ട് കിട്ടിയ കറക്കൊക്കെ കൊണ്ടുപോകണം. ഇത് ഫുള്ള് കണ്ടൽക്കാടാണ് ഗൈസ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഞണ്ടുണ്ടാകാനുള്ള സാധ്യത. കണ്ടൽക്കാടിൻ്റെ ഇടയും കല്ലും ചളിയെല്ലാം സ്ഥലമാണിത്. അപ്പം കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇട്ടത് ഒന്ന് പൊക്കി നോക്കുകയാണ് ഗൈസ്. ഞങ്ങൾ രണ്ടാമത്തെ വല നോക്കാൻ പോവുകയാണ്.
ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം അടുത്തത്. മൂന്നാമത്തെ വല നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിലൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ സൈറ്റ് മാറാൻ പോവുകയാണ്. ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. കഴിച്ചാലോ? ഞങ്ങൾ സൈറ്റ് മാറാൻ പോവുകയാണ്. അടിപൊളി സ്പോട്ടാണ് ഗൈസ്. ഇവിടെ ബോട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ മഴയാണ് കൊണ്ട് നിർത്തി വെച്ചതാണ്. മഴ കഴിഞ്ഞ ഉടനെ തുടങ്ങും. അപ്പോൾ അടിപൊളി ട്രക്കിംഗ് എല്ലാം ആഗ്രഹിക്കുന്ന ടീമുകളുണ്ടെങ്കിൽ വരിക. അങ്ങോട്ട് കാണുന്ന ഏരിയ മൊത്തം അങ്ങ് വരെ കവർ ചെയ്തിട്ട് വരാം.